ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു സൈഡിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. സ്റ്റിയറിംഗ് കൂടെ തിരിയുന്നതാണല്ലേ, കണ്ടില്ലേ? ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആയതിനു ശേഷം എന്ത് ചെയ്യുക, കറക്റ്റ് ലൈനിലായി അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് ആക്കണം. കാരണം സ്ട്രൈറ്റ് ആക്കിയില്ല എന്ത് ചെയ്യും, വണ്ടി പോലെ അങ്ങോട്ട് പോകാനുള്ളതിന് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇവിടെ വണ്ടിയില്ല അവിടെ വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യാം, ആ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് കണ്ടില്ലേ, വന്നതിന് ശേഷം നേരെ ആക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വണ്ടി തിരിക്കാൻ പറ്റും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു മൂന്നും കൂടിയ റോഡിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഒരു വാഹനം തിരിക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു, ഒരു വാഹനം തിരിക്കാൻ പ്രയാസമാണ്, ഒരു മൂന്നും കൂടിയ ജംഗ്ഷനുകൾ വരുമ്പോൾ വാഹനം തിരിക്കണം, വന്ന റോഡിൽ കൂടെ തന്നെ തിരിച്ചു പോകണം, അപ്പോൾ ഒരു മൂന്നും കൂടിയ റോഡ് കണ്ടാലും അവിടെ എങ്ങനെയാണ് കറക്റ്റായിട്ട് തിരിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പലരും വന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പ്രയാസമാണ്, ഇതാണ് മൂന്നും കൂടിയ റോഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ റോഡിലിട്ട് വേണം നമുക്ക് തിരിക്കാൻ. അപ്പൊ ഇങ്ങനെ വന്ന് തിരിക്കുമ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് തിരിക്കുകയാണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ കിടക്കുമ്പോൾ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ് എന്നുള്ളൊരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പലരും ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്ന പലരുമുണ്ട്. പലരും മടിപ്പിക്കുന്നവരുണ്ട്, നിനക്ക് ഇനി ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ഇത്രയും പ്രായമായി, ഇത്രയും നാളായിട്ട് 10 വർഷം 15 വർഷം ലൈസൻസ് ഉണ്ടായിട്ട് നിങ്ങൾ വാഹനം ഓടിക്കാൻ പറ്റില്ല, എനിക്ക് ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് പലരും മടിപ്പിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, നമുക്ക് ഈ ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനത് എങ്ങനെയാണ് എടുക്കുന്നത് ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം അതെങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത് ഞാനത് പറഞ്ഞു തരാം. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാവുന്നവർ നിങ്ങളിത് ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. ഞാൻ തുടക്കക്കാർക്കും പ്രയാസമുള്ളവർക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനിത് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോ ഇവിടുന്നാണ് വന്നത്. ഇപ്പൊ ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ വന്ന് നമ്മളെന്ത് നമുക്ക് ഈ ഒരു സൈഡ് ചേർത്തെടുക്കണം. കാരണം ഈ ഒരു സൈഡ് ചേർത്തെടുത്താലേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങോട്ട് തിരിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചില സ്വല്പം ഗ്യാപ്പ് ഇട്ടാൻ സംഭവിക്കും. നമ്മൾ തിരിക്കുമ്പോഴത്തേന് ആ റൈറ്റ് സൈഡിലേക്ക് വണ്ടിയുടെ ഫ്രണ്ട് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വന്നിട്ട് ഈ ഒരു സൈഡ് ചേർത്ത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് എന്ത് ചെയ്യുക, കൊണ്ട് വാഹനം നിർത്തിയിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക. റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് ചേർത്ത് എടുക്കേണ്ടതാണ് എന്ത് ചെയ്യുക, നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മിറർ എടുക്കുക, ക്ലിയർ ആക്കി വെക്കുക. എങ്ങനെയാണ് കറക്റ്റായിട്ട് മിറർ ക്ലിയർ ആക്കുക ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കാണത്തക്ക പോലെ സീറ്റിൽ നിന്ന് കാണത്തക്ക പോലെ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ബാക്കിലെ വീല് ഇങ്ങോട്ട് കയറി വരുന്തോറും എന്ത് ചെയ്യണം, ഗ്യാപ്പ് വരാതെ നമ്മൾ ഇങ്ങോട്ട് കാരണം ഇങ്ങോട്ട് കയറുന്നത് കൊണ്ട് ലെഫ്റ്റിലേക്കാണ് നമ്മൾ ഓടിച്ചോടിച്ചു കൊടുക്കേണ്ടത്. കാരണം ഈ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ലെഫ്റ്റിലേക്ക് ഫുൾ ഓടിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വണ്ടി കയറി ഈ ഒരു സൈഡിലോട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഈ സൈഡ് തന്നെ ചേർത്ത് എന്ത് ചെയ്യുക, ഫുള്ള് ലെഫ്റ്റ് പിടിച്ച് നമ്മുടെ ബാക്കിലെ വീല് കയറി വരുന്നതിനനുസരിച്ച് അവിടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ഫുൾ ഒടിച്ചു കൊടുത്ത് എന്ത് ചെയ്യുക, ഈ ഒരു സൈഡിലോട്ട് തന്നെ കയറി വരിക. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ബാക്ക് സൈഡ് എന്ത് ചെയ്യണം, ഈ ഒരു മൂലയിൽ എത്താതെ എന്ത് ചെയ്യരുത്, വീല് നമ്മൾ സ്ട്രൈറ്റ് ആക്കരുത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒടിഞ്ഞ വണ്ടി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് ചലനത്തിൽ വരില്ല, കയറി വരുന്ന ബാക്ക് സൈഡ് ഇങ്ങോട്ട് അടുക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങോട്ട് അടുത്ത് ഈ ഒരു ലൈനുമായിട്ട് നേരെ ആകുന്നിടം വരെ എന്ത് ചെയ്യണം, ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡ് ഈ ഒരു റോഡിന്റെ എൻഡ് വരെ ആകുന്നിടം വരെ എന്ത് ചെയ്യണം, ബാക്കിലേക്ക് തന്നെ പോവാം. ബാക്കിലേക്ക് ആ ഈ ഒരു എൻഡുമായിട്ട് നേരെ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ നിർത്തിക്കൊണ്ട് വീല് സ്ട്രൈറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ തന്നെ വന്നിട്ട്, അപ്പൊ നമ്മൾ അവിടുന്നാണ് വന്നിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടെ വന്നിട്ട് ഇങ്ങനെയാണ് റിവേഴ്സ് എടുത്തത്. അപ്പൊ നമ്മൾ റിവേഴ്സ് നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യണം, ഈ ഒരു സൈഡ് നേരെ വന്നതിന് ശേഷം നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. അപ്പൊ അങ്ങോട്ട് പോകേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം,
ഈ റൈറ്റ് സൈഡിലേക്കല്ല നോക്കണ്ട, ആ പോകേണ്ട റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ എന്ത് ചെയ്യാം, വണ്ടിയെ കൊണ്ടുപോകാം. നമ്മുടെ റോഡിൽ നമുക്ക് എപ്പോഴും ലൈസൻസ് ഇട്ടിരിക്കുന്ന സാധനം നമ്മുടെ ലെഫ്റ്റ് സൈഡാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം, തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം, തിരിക്കുന്ന റോഡിന്റെ ഇതായിരിക്കണം ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം. അങ്ങനെയുള്ള റോഡ് വേണം നോക്കി വേണം എന്ത് ചെയ്യാം നിങ്ങൾ വാഹനം തിരിക്കാൻ. അല്ല ഇപ്പൊ ഈ ഒരു റോഡ് ഇങ്ങോട്ട് കിടക്കുന്നു, നമുക്കിപ്പോ അവിടെ നിന്ന് വന്ന വണ്ടി നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകണം. അപ്പൊ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് അങ്ങോട്ടാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് ആ റൈറ്റ് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വേണം എന്ത് ചെയ്യാൻ, പിടിക്കാൻ. എന്നാൽ മാത്രമേ എന്തില്ല തിരിഞ്ഞു വന്നിട്ട് നമുക്ക് ആ റോഡിലോട്ട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പിടിച്ചാലേ ചെയ്യുള്ളൂ കറക്റ്റായിട്ട് വണ്ടി എല്ലാം ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ കറക്റ്റായിട്ട് നിന്ന് നമുക്ക് കറക്റ്റായിട്ട് വണ്ടി തിരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒന്നുകൂടെ വാഹനത്തിൽ കയറിയിരുന്ന് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ആ മിററിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് നോക്കേണ്ടത്, അപ്പൊ മിററിൽ നോക്കുമ്പോൾ എവിടെയാണ് നമ്മൾ തിരിക്കേണ്ടതെന്ന് കൂടെ കാണിച്ചു തരാം. നമ്മളിങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് ഇങ്ങനെ കൊണ്ട് നിർത്തുക. കണ്ടില്ലേ, ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് കറക്റ്റായിട്ട് കൊണ്ട് നിർത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ഗിയർ കൊടുത്തു. ഈ റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മുടെ മിററിലായിരിക്കണം കണ്ണിരിക്കാൻ. കണ്ട് റിവേഴ്സിലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ടുള്ള റോഡിലോട്ടാണ് നമുക്ക് കയറാനുള്ളത്. ആ റോഡിലോട്ട് കയറണമ്പോഴേ നമ്മൾ കണ്ടില്ലേ അവിടോട്ട് കയറി പോകുമ്പോൾ അവിടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു സൈഡിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, കണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. സ്റ്റിയറിംഗ് കൂടെ തിരിയുന്ന കണ്ടില്ലേ കണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ആ ബാക്കിലെ മൂല ആ ലെഫ്റ്റ് സൈഡിൽ എത്തുന്ന വരെ എന്ത് ചെയ്യണം, ബാക്കിലേക്ക് പോകണം. കണ്ടില്ലേ, എന്നാലേ ആ വണ്ടി കറക്റ്റായിട്ട് ആ ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിടക്കത്തുള്ളൂ. കണ്ടില്ല, ആ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർന്ന് വരുന്ന ആ ഒടിവിന് തന്നെ കണ്ട ആ ലൈനുമായിട്ട് ആയതിനു ശേഷം എന്ത് ചെയ്യുക, കറക്റ്റ് ലൈനിലായി. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആക്കണം. കാരണം സ്ട്രെയിറ്റ് ആക്കിയില്ല എന്ത് ചെയ്യും, വണ്ടി പോലെ അങ്ങോട്ട് പോകും. കണ്ടില്ലേ, ഈ സ്ട്രെയിറ്റ് ആക്കിയതിനു ശേഷം നേരെ ബാക്കിലേക്ക് തന്നെ പോയി അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. അപ്പൊ അങ്ങോട്ട് പോകാനുള്ളതിന് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ എടുത്ത് ബ്രേക്കിലുണ്ട് കാല്, എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ അങ്ങോട്ട് എടുത്ത് വിടുക. നമുക്ക് ആ റോഡിന്റെ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലോട്ട് തന്നെ നോക്കണ്ടേ, ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് ഇവിടെ വണ്ടിയില്ല അവിടെ വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യാം, ആ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് കണ്ടതില്ലേ കണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് സ്റ്റിയറിംഗ് ചെയ്ത് നമുക്ക് റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കും ഒരുപാട് നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കണമെന്ന് ഓർക്കും. അപ്പൊ ഒരുപാട് ഒന്നും ചെയ്യണ്ട, ആ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് തിരിക്കേണ്ട കാര്യം വരുന്നില്ല. ആ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ കറക്റ്റായിട്ട് വന്നതിന് ശേഷം നേരെ ആക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വണ്ടി തിരിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്ന് അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.